ഹലോ മക്കളെ ഇന്ന് നമ്മൾ സയൻസ് വേഴ്സസ് കൊമേഴ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഏതാണ് ഇതിൽ നല്ലൊരു കോഴ്സ്? സയൻസ് ആണോ നല്ലത്, കൊമേഴ്സ് ആണോ നല്ലത്, ഏതെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ, ഏറ്റവും സാലറി കിട്ടുന്ന ജോബ് ഏതാണ്? ഓക്കെ, ഞാൻ പറയും ഇതിന് രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒന്നിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒന്ന് വേറെ അങ്ങനെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ചോദിക്കും, സാറേ റിസൾട്ട് പോലും വന്നിട്ടില്ല, ഞങ്ങൾക്ക് എത്ര A+ ഉണ്ടാവും, ഞങ്ങൾക്ക് എന്തിനാ അഡ്മിഷൻ കിട്ടുമോ, ജയിക്കുമോ എന്ന് പോലും അറിയില്ല, അതിൻ്റെ ഇടയിലാണോ സാറേ ഈ വീഡിയോ ഒക്കെ? എടാ, ഇപ്പം തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്ത് വെക്കണം. കാരണം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു റഷായിരിക്കും. അമ്മേ, അവരതിന് കൊടുത്തു, ഇവരിതിന് കൊടുത്തു, ഞാൻ എന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു ഇതുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ ഡിസിഷനൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കണം. നമുക്കറിയാം നമ്മുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, അത് വെച്ചുള്ള മാർക്കും നമുക്ക് ഏകദേശമൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആ പ്രഡിക്ഷൻ വെച്ചിട്ട് അതിൻ്റെക്കാളും മുകളിലായിരിക്കും എന്തായാലും മാർക്ക് കേട്ടോ. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മുകളിലായിരിക്കും, അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടുന്ന മാർക്ക് വെച്ച് നമുക്ക് എന്താണുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റാക്കി വെക്കണം. ഞാൻ ഇന്ന് ഈ രണ്ട് കോഴ്സും എങ്ങനെയുള്ളവരാണ് എടുക്കേണ്ടത്, ഈ രണ്ട് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ മേഖലയിലേക്ക് പോകാൻ പറ്റും, എങ്ങനെയായിരിക്കും നിങ്ങളുടെ സാലറികളും അതുപോലെ തന്നെ ശമ്പളം നല്ലതുണ്ടാവോ കുറവാവോ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ചെറിയൊരു വീഡിയോ ആണ്, കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ഉൾപ്പെടുത്തുന്നു. ആദ്യം ഞാൻ പറയുന്നത് ഇത്തെ സബ്ജക്റ്റുകളാണ് അല്ലേ, സബ്ജക്റ്റുകളാണ്. സയൻസിൻ്റെ സബ്ജക്റ്റുകൾ നിങ്ങൾക്കറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ചിലപ്പോൾ ബയോളജി ആയിരിക്കും. ഇനി കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അവിടെ ബയോളജി മാറി കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും. പിന്നെ കുറേ VHSC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പോകണില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നമ്മൾ കണ്ട സബ്ജക്റ്റുകൾ തന്നെ അല്ലേ, നമുക്ക് പുതിയ സബ്ജക്റ്റുകളൊന്നുമില്ല, ഒക്കെ നമ്മൾ കണ്ട സബ്ജക്റ്റ് തന്നെയാണ്. പക്ഷെ എന്താ സംഭവം, ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച അതേ സബ്ജക്റ്റ് തന്നെ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രി ഒക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, ബയോളജി ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം. നിങ്ങൾ ധൈര്യമായിട്ട് സയൻസ് എടുത്തോ. നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് സയൻസ് എടുത്ത് പഠിക്കാം. ഓക്കെ, ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് കൊമേഴ്സിൽ ഏതൊക്കെയാണ് സബ്ജക്റ്റുകൾ വരുന്നത്? അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, മാത്സിന് പകരം വേണമെങ്കിൽ സ്റ്റാറ്റി ആവും, അല്ലെങ്കിൽ CA ആവും, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരിക്കും. അത് നിങ്ങൾ ഏത് സ്കൂളാണോ ഓപ്റ്റ് ചെയ്യുന്നത്, ആ സ്കൂളിൽ ഏതാണുള്ളത് അത് വെച്ചിട്ട് പഠിക്കാറാണ് പതിവ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പുതിയ സബ്ജക്റ്റുകളാണ്, പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ ബേസ് കാര്യങ്ങൾ തൊട്ട് പഠിച്ച് തുടങ്ങേണ്ടതുണ്ട്. ഇവിടെ പഠിച്ച ഒരു കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും. മാത്സുമായിട്ട് ചിലപ്പോൾ മാത്സ് പിന്നെ അറിയാലോ, മാത്സ് എല്ലാത്തിലും ഉണ്ടാവും, പക്ഷേ ബാക്കിയുള്ളതൊക്കെ പുതുതായിരിക്കും. അപ്പോൾ ബേസ് മുതൽ തന്നെ നമ്മൾ തുടങ്ങേണ്ട പുതിയ സബ്ജക്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഈ സബ്ജക്റ്റുകളൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് ഇതെടുക്കാം. പക്ഷേ ഒരു കാര്യം, ഇത് നമുക്ക് ഇഷ്ടമാവണം. ഇത് ഇഷ്ടമാവണം എന്താണ്, ഇതെങ്ങനെ റിലേറ്റ് ചെയ്ത്, എന്തുമായിട്ട് റിലേറ്റ് ചെയ്തത് ഞാൻ പറഞ്ഞുതരാം. അത് അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, ബിസിനസ് അല്ലേ, ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ, ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ എക്കണോമിക്സ്, ഫിനാൻസ് അല്ലേ, നമ്മൾ ഫിനാൻസുമായിട്ടല്ലേ, പണമിടപാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നല്ല താല്പര്യമാണെങ്കിൽ അല്ലേ, പൈസ എണ്ണാനല്ല കേട്ടോ, പൈസേൻ്റെ വിനിമയമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നല്ല താല്പര്യമുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ എൻ്റെ മക്കളെ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്തെടുക്കാം, കൊമേഴ്സിലേക്ക് പോവാം. ഓക്കെ, കൊമേഴ്സിലേക്ക് പോവാം. പണത്തിനോട് താല്പര്യം, പണം കിട്ടാൻ താല്പര്യം, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും കൊമേഴ്സിലേക്ക് പോകേണ്ടി വരുമല്ലോ. പണം കിട്ടാൻ താല്പര്യമുള്ളവരോടല്ല ഞാൻ പറഞ്ഞത് അല്ലേ. പണത്തിൻ്റെ വിനിമയം, പണത്തിൻ്റെ അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ, ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, എക്കണോമിക്സുമായിട്ട്, നമ്മുടെ എക്കണോമി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം എടുക്കാം. ഓക്കെ, അപ്പോൾ സാർ ഇത് സിമ്പിളാണോ? ഇത് രണ്ടും സിമ്പിളല്ല. ഓക്കെ, സിമ്പിളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +1 +2 എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേപോലെ തന്നെ. ഇത് ഭയങ്കര റിസ്ക്, ഇത് റിസ്ക് കുറവ്, അങ്ങനെയൊന്നുമല്ല. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് രണ്ടും റിസ്ക് ഇല്ല, നമുക്ക് പഠിച്ചെടുക്കാവുന്നതന്നെ ഉള്ളൂ. ഓക്കെ, നമ്മൾ താല്പര്യമാണ് സാധനം കേട്ടോ. നമ്മൾ ഇത് താല്പര്യപ്പെട്ടിട്ട്, സയൻസ് താല്പര്യപ്പെട്ട് കൊമേഴ്സ് പോയെടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൊമേഴ്സ് റിസ്ക് ആയിട്ട് തോന്നും. അതുപോലെ തന്നെ കൊമേഴ്സ് ഇഷ്ടപ്പെട്ട് സയൻസ് പോയെടുത്തു കഴിഞ്ഞാൽ സയൻസും റിസ്ക് ആയിട്ട് തോന്നും. ഓക്കെ, അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്തൊരു വിഷയം എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതിലും നമുക്ക് ബേസ് തൊട്ട് പഠിച്ചു തുടങ്ങുന്ന ആദ്യമൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടില്ലാതെ ഫീൽ ചെയ്യാം. ഇത് പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സയൻസ് എന്തുകൊണ്ടാണ് പിന്നെ സാറേ, സയൻസ് ആണല്ലോ വലുത്, സയൻസ് കിട്ടാനാണോ ബുദ്ധിമുട്ട്, സയൻസ് എന്തുകൊണ്ടാണ് സാറേ മുന്നിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊമേഴ്സ് എടുത്ത് നിങ്ങൾ പോകുന്ന എല്ലാ ജോബിനും സയൻസ് എടുത്താലും പോവാം. ഹ്യൂമാനിറ്റീസ് എടുത്ത് പോകുന്ന, ഹ്യൂമാനിറ്റീസും അതുപോലെ തന്നെ കേട്ടോ, ഹ്യൂമാനിറ്റീസ് എടുത്ത് പോകുന്ന എല്ലാത്തിനും നിങ്ങൾക്ക് സയൻസ് എടുത്ത് പോവാം. ഓക്കെ, അതാണ് നമുക്ക് സയൻസിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ നിങ്ങൾക്കൊരു ലക്ഷ്യം ഇതുവരെ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ സയൻസ് എടുത്തു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഡോക്ടറാവാം. പക്ഷേ കൊമേഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തോന്നുന്ന ഡോക്ടറാവും എന്ന് പറഞ്ഞാൽ പറ്റില്ല. പക്ഷേ സയൻസ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുകയാണ് ഇതിൻ്റെ ഏതെങ്കിലും, ഇപ്പോൾ BCom ഏതെങ്കിലും ഒന്നും എടുക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവാം.
ഒരു പേടി മേടിക്കണ്ട. അതാണ് സയൻസിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് സയൻസിൻ്റെ എന്ത് ചെയ്യുന്നത് പ്രയോറിറ്റി കുറച്ചുകൂടി കൂടുതൽ നിൽക്കാൻ കാരണം. പല സ്കൂളിലൊക്കെ സയൻസ് അഡ്മിഷൻ കിട്ടാൻ പ്രയാസമുണ്ടാവുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ പോവാം? സയൻസിൻ്റെ പിന്നെ നിങ്ങൾക്ക് കുറേ അറിയുണ്ടാവും. ഫസ്റ്റ് തന്നെ മെഡിക്കൽ ഫീൽഡ് അല്ലേ, MBBSും നേഴ്സിങ്ങും മാത്രമല്ല കേട്ടോ മക്കളെ, ഒരുപാട് കോഴ്സുകളുണ്ട്. ഒരുപാട് പാരാമെഡിക്കൽ, അതുപോലെ തന്നെ BPharm, പാരാമെഡിക്കൽ കോഴ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോവാം. പിന്നെ എഞ്ചിനീയറിംഗ് ആണ്, ആർക്കിടെക്റ്റ് ഇങ്ങനത്തെ ഫീൽഡിലേക്ക് പോവാം. ഓക്കെ, എഞ്ചിനീയറിംഗും അത് തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിവിൽ എഞ്ചിനീയർ ഉണ്ട്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ കുറേ എണ്ണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് എഞ്ചിനീയറിംഗ് ഇപ്പോൾ വന്നിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. പിന്നെ BSc ആണ്. BSc എന്ന് പറഞ്ഞാൽ ഡിഗ്രി ആണല്ലേ, നിങ്ങൾക്കറിയാം ഡിഗ്രിയാണ്. BSc മാത്സ്, BSc ഫിസിക്സ്, BSc കെമിസ്ട്രി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലേക്കും പോകാൻ പറ്റും. പിന്നെ പൈലറ്റ് ആവണമെങ്കിൽ ഫിസിക്സും മാത്സും നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ അത് നമ്മളെ സയൻസ് എടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇനിയും ഒരുപാടുണ്ട് കേട്ടോ. ഞാനൊരു 3-4 എഴുതിയെന്നുള്ളൂ, മേജറായിട്ടുള്ളൊരു 3-4 എഴുതിയെന്നുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഓക്കെ, ഇനി കൊമേഴ്സ് എടുത്താൽ എന്താകണ്ടോ? CA, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലേ. നിങ്ങളെല്ലാവരും പറയുന്നുണ്ടാവും CA കിട്ടിക്കഴിഞ്ഞാൽ നല്ല വലിയൊരു ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CA തന്നെയാണ്, കൊമേഴ്സിലെ CA തന്നെയാണ് കേട്ടോ. ഓക്കെ, CA കിട്ടിക്കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പൊസിഷനിൽ നമുക്ക് എത്താൻ പറ്റും. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ നല്ല പൊസിഷനാണ്. പിന്നെ അതാ CMA ഉണ്ട്, CS ഉണ്ട്, കമ്പനി സെക്രട്ടറി. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് നല്ലൊരു പൊസിഷൻ തന്നെയാണ്. പക്ഷേ CA കിട്ടണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഇവിടെ നമ്മൾ മെഡിക്കൽ എങ്ങനെ കിട്ടുന്നു, നീറ്റൊക്കെ MBBS ഒക്കെ എങ്ങനെ കിട്ടുക, അതുപോലെ തന്നെ ഉള്ളതാണ് CA ഒക്കെ. ഓക്കെ, നന്നായിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടോ, ഇവിടെയും നല്ല വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്, ഇവിടെയും ഉണ്ട് ഓപ്ഷൻ കേട്ടോ. അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിലേക്ക് നിങ്ങൾക്ക് പോകാം അല്ലേ. BCom ഡിഗ്രി ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഡിഗ്രി എന്നാ പറയുന്നുള്ളൂ ബാങ്കിങ്ങിലേക്ക്, എന്നാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഫീൽഡാണത്. BCom പോവാം, ബാങ്കിങ് പോവാം, അതും നമ്മൾ മറ്റേ കോപ്പറേറ്റീവ് ബാങ്കുകൾ അതിലേക്കും പോവാം. BCom എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് പോവാം. ഓക്കെ, കോപ്പറേറ്റീവ് ബാങ്കിങ് ഫീൽഡിലേക്ക് പോവാം. ഓക്കെ, ഇനി അടുത്ത മാർക്കറ്റിങ്ങിലേക്ക് പോവാം. MBA എടുക്കാം, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എടുക്കാം. ഓക്കെ, എന്തായാലും എടുക്കാം. നിങ്ങൾ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ കണ്ടോ, നിങ്ങൾ ബാങ്കിങ് നമ്മുടെ പണവുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഫീൽഡ്. ഇനി ചോദിക്കുന്ന ചോദ്യം മക്കളെ, പണം എങ്ങനെയായിരിക്കും സാറേ, സാലറി എങ്ങനെയായിരിക്കും ഇതെടുത്തു കഴിഞ്ഞാൽ? നിങ്ങൾക്കറിയാലോ, നല്ല സാലറിയിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഞാൻ എഞ്ചിനീയർ ആയതുകൊണ്ട് പറയുകയാണ്, എഞ്ചിനീയറിങ്ങിനൊക്കെ നിങ്ങൾ നല്ലൊരു കോളേജിൽ പഠിച്ച് നല്ലൊരു ഇതിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സാലറി ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ സാലറി ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങളെ സ്കില്ലിനാണ് പൈസ. പഠിച്ചിറങ്ങി നിങ്ങൾ പ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ സ്കില്ലിനാണ് പൈസ. ഓക്കെ, പിന്നെ ഡോക്ടറിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. ഓക്കെ, നല്ലൊരു കൈപ്പുണ്ടുള്ള ഡോക്ടർ ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നല്ല എന്ത് കിട്ടും, പൈസ കിട്ടും. അതുപോലെ CA അതുപോലെ തന്നെയാണ് കേട്ടോ. CA ഒക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല ക്യാഷാണ്. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ് അതിൻ്റെ സാലറി എന്നൊക്കെ പറഞ്ഞു. ചിലൊരു സാലറി ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ, അതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, പിന്നെ എന്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ നല്ലൊരു ഡോക്ടർ ആവാനും അല്ലെങ്കിൽ നല്ലൊരു എഞ്ചിനീയർ, നല്ലൊരു CA-കാരനാവാനൊക്കെ ശ്രമിക്കാം. അപ്പോഴേ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ. അല്ലാതെ പഠിച്ച് അവിടെ എത്തി അഞ്ഞേ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, അങ്ങനെയല്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിനോട് നമുക്കൊരു ഇഷ്ടം വേണം, ആ ഒരു വർക്ക് ചെയ്യാൻ നമുക്കൊരു താല്പര്യം വേണം. അപ്പോഴേ നമുക്ക് ആ ഫീൽഡിൽ വളരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കാതെ നിങ്ങൾ CA അല്ലെങ്കിൽ ഡോക്ടറായി അങ്ങി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല മക്കളെ. നമ്മൾ ആ ഒരു ഇതിനനുസരിച്ച് എന്ത് ചെയ്യണം, ശ്രമിക്കണം, അതിനനുസരിച്ച് ഉയർന്നു വരണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്തു തരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുന്നത് ഇതുതന്നെയാണ് അല്ലേ, നമ്മുടെ ബാച്ച് കോഴ്സ് അല്ലേ. നിങ്ങൾ +1 സയൻസിലേക്കാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് സയൻസിൻ്റെ കാര്യങ്ങൾ മൊത്തം, അതായത് ഇത് അത്രയും ഫീച്ചേഴ്സ് ഉണ്ടാവും. ലൈവ് ക്ലാസ് ആയിരിക്കും കൂടുതലും ഉണ്ടാവുക. ലൈവ് ക്ലാസ് വെച്ചിട്ട് നമ്മൾ ഓരോ ഭാഗങ്ങളും വളരെ കറക്റ്റായിട്ട്, ഇപ്പോൾ എക്സാമുകളൊക്കെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയായതുകൊണ്ട് നമ്മൾ ഓരോന്നും സിലബസും നോട്ടുകളും കാര്യങ്ങളും PYQs വെച്ചിട്ടൊക്കെ എല്ലാം വെച്ചിട്ട് നമ്മൾ സെറ്റാക്കുന്ന നമ്മുടെ കോഴ്സുണ്ട് സയൻസിൽ. അതുപോലെ തന്നെ നിങ്ങൾ +1 കൊമേഴ്സ് ആണെങ്കിൽ നമുക്ക് ജ്വാല ബാച്ച് ഉണ്ട്. ജ്വാല ബാച്ചിൽ എന്ത് ചെയ്യുന്നു, ഓരോരോ കാര്യങ്ങളും ഇതേ കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ സെറ്റ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജെയും അതുപോലെ തന്നെ നീറ്റൊക്കെ ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ 10ാം ക്ലാസ് കഴിയുന്ന മുതൽ തന്നെ
നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 2 കൊല്ലമുണ്ട്. ആ 2 കൊല്ലം നിങ്ങൾക്ക് എൻട്രൻസിന് വേണ്ട കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ, ഒരിക്കലും ഒരു മിറാക്കിളൊന്നും സംഭവിക്കില്ല. ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന അത്ഭുതമൊന്നും അല്ല ഈ നീറ്റൊന്നും ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീറ്റും കീമൊന്നും ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ. ഓക്കെ, അത് പതുക്കെ മാത്രമേ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് പതുക്കെ കഴിയുന്ന നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കൂട്ടി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കീമിനൊക്കെ വേണ്ട പ്രാക്ടീസും ജെഇക്കും നീറ്റിനൊക്കെ വേണ്ട പ്രാക്ടീസും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ്, കിട്ടുന്നതാണ്. സെറ്റാണേ? ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ എടുക്കേണ്ട തീരുമാനം ആരുതാണ്, അത് നിങ്ങളതാണ്. നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. അപ്പോൾ വീണ്ടും കണ്ടുമ്പരിക്കും. സൈനിങ് ഓഫ്, സായി കൃഷ്ണൻ. ബൈ.